ഹലോ എവ്രി വൺ. ഇന്ന് അയില മീൻ മേടിച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയും അയിലയും കൂടിയിട്ടാണ് കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മീനൊക്കെ വൃത്തിയായി കഴുകി മാങ്ങയും കട്ട് ചെയ്ത് വെച്ചു. നാളികേരം, ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ഉള്ളിയും കൂടെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പാകത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. 2 മുളക് കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാങ്ങയും നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇനി ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കറി തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ മാങ്ങയുടെ പുളിയൊക്കെ ഇനി ഈ അരപ്പിലേക്ക് അങ്ങോട്ട് ഊറി വന്നോളും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് തിളയ്ക്കാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് നമ്മുടെ അയില മീനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീൻ ആഡ് ചെയ്ത ശേഷം ഒരിക്കൽ ആഡ് ചെയ്തത് നമുക്കൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഇളക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ മീൻ വേഗം അങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ ഇട്ടതും ഇളക്കി കൊടുക്കാം. പിന്നെ ഇതുപോലെ ഇളക്കരുത്. പിന്നെ ചട്ടി ചുറ്റിക്കാനേ പാടുകയുള്ളൂ. അപ്പം ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചട്ടി ഞാൻ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീനൊക്കെ അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനലി കരിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല അസലായിട്ട് നമ്മുടെ അയിലയും മാങ്ങയും കൂടിയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിന് ഈ ഒരു കറി മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.